കീർത്തനം 52. വിശ്വാസികളെ വാ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്നേഹവാനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ സന്ധ്യയാമത്തിനായി പ്രത്യേകമായി സ്തുതിക്കാൻ സ്തോത്രം ചെയ്യണം. ഇന്നേ ദിവസം കർത്താവെ ഇങ്ങനെ കർത്താവെ കൊണ്ടാടുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഇടയായതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
അവിടുത്തെ കൃപ അനുഗ്രഹത്തിൽ കൂടുതൽ കാര്യങ്ങളെ വഴി നടത്തുന്നതിനായി പ്രത്യേകമായി സ്തുതിക്കുകയാണ്. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന തിരുമേനിക്കും കുടുംബത്തിനുമായി പ്രത്യേകമായി സ്തുതിക്ക് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവ് ഈസ്റ്റ് കേരള ഡയോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈസ്റ്റ് കേരള എംപ്ലോയീസിനെയും അവിടുത്തെ കരങ്ങൾ വയ്ക്കുകയാണ്. എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങൾ വയ്ക്കുന്നു. കർത്താവിന് കരുണയുടെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ, ഉയർത്തണമേ പ്രാർത്ഥിക്കുന്നു. കൂടുതലായ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. തട്ടേ കണ്ണുകളിലുള്ള കർത്താവെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതും കർത്താവ് അവിടുത്തെ കൃപയിൽ കൂടെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടികൾ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. കൂടുതലായ നന്മകളും അനുഗ്രഹവും നിറയ്ക്കണമേ. കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കി തീർക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. മാനവും മഹത്വം നിൽക്കണമേ. സൗരവും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അഭിയൊന്ന് ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഫ്രാൻസിസ് തിരുമേനി, ഡാർലി കൊച്ചമ്മ, സംഘടന പ്രസിഡന്റ് ശ്രീ തോമസ് സാമുവൽ, പേട്രൺ മിസ്റ്റർ കെ ഡി ജോസഫ്, ട്രഷറർ ജോസ് പി എബ്രഹാം, സംഘടന മറ്റ് ഭാരവാഹികളെ, ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരായ അസോസിയേഷൻ മെമ്പേഴ്സും മറ്റുള്ളവർക്കും ബന്ധനമിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ ധന്യനാമത്തിലുള്ള അസോസിയേഷൻ സ്നേഹവന്ദനം ആദ്യമായി അറിയിച്ചുകൊള്ളുന്നു. നാം ഇപ്പോൾ കോവിഡ്-19 എന്ന മഹാമാരിയുടെ മധ്യത്തിലാണല്ലോ ഈ പ്രോഗ്രാം നടത്തപ്പെടുന്നത്. ഈ മഹാമാരിയുടെ മധ്യത്തിലും നമുക്ക് സംഘടനയായിട്ട് ഈ വർഷത്തെ ക്രിസ്മസ് കരോൾ സർവീസ് നടത്തുവാൻ സഹായിച്ച സർവശക്തന് സ്തുതി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് വളരെ ചുരുക്കമായി തന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളട്ടെ. നമ്മുടെ ഈ വർഷത്തെ കരോൾ സർവീസിൻ്റെ മുഖ്യ അതിഥിയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ മായയുടെയായ ഈസ്റ്റ് കേരള മായയുടെ അഭിയൊന്ന് ബിഷപ്പ് തിരുമേനി റൈറ്റ് റവറൻഡ് ഫ്രാൻസിസ് തിരുമേനിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം നമ്മളോട് ഈ വർഷത്തെ മെസ്സേജ് നൽകുന്നതായിരിക്കും. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ഈ ക്രിസ്മസ് കരോൾ സർവീസിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ഈശ്വരമായുടെ സ്ത്രീസംഘത്തിൻ്റെ പ്രസിഡൻറ്റും പ്രഥമ വനിതയുമായ ഡാർലി കൊച്ചമ്മ ഈ സംഘടനയുടെ ക്രിസ്മസ് കരോൾ സർവീസിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കൊച്ചമ്മയും വളരെ സന്തോഷത്തോടെ ഈ ക്രിസ്മസ് സർവീസിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സംഘടന പ്രസിഡന്റ് ശ്രീ തോമസ് സാമുവൽ അവറുകളെയും പേട്രൺ ശ്രീ കെ ഡി ജോസഫ് അവറുകളെയും ഈ കരോൾ സർവീസിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ സംഘടന ട്രഷററായിരിക്കുന്ന ശ്രീ ജോസ് പി എബ്രഹാത്തിനെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മറ്റ് സംഘടനയുടെ വൈസ് പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ കരോൾ സർവീസിൽ ഗാനം ആലപിക്കുന്നതായ ഈസ്റ്റേൺ കോർസ് അടക്കം മറ്റ് മേഖലകൾ തിരിച്ചുള്ള എല്ലാ കൊയറിനെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ദൂരത്തും എല്ലാ സ്ഥലങ്ങളിൽ കേൾക്കുന്നതായ ഈ കരോൾ സർവീസിൻ്റെ പാട്ടുകളും രസിക്കുന്നവർക്കും എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏവർക്കും ക്രിസ്മസിൻ്റേതായ ആശംസകളും പുതുവത്സരത്തിൻ്റെ ആശംസകളും സംഘടന പേരിൽ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വർഷത്തെ നമ്മളുടെ ക്രിസ്മസ് കരോൾ സർവീസ് ഇപ്രകാരം ഓൺലൈനിൽ നടത്തുവാനായിട്ട് സർവശക്തനായ ദൈവം നൽകിയ വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്ക് ഈ വർഷം നമ്മളുടെ ക്രിസ്മസ് സന്ദേശം നൽകുന്നതിന് ലഭിച്ചത് നമ്മൾ ബഹുമാനപ്പെട്ട ഈസ്റ്റ് കേരള മഹായിടവയുടെ ബിഷപ്പ് റൈറ്റ് റവറൻഡ് DS ഫ്രാൻസിസ് തിരുമേനിയാണ്. തിരുമേനിയെയും കൊച്ചമ്മയെയും സംഘടനയുടെ പേരിൽ ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ സംഘടനയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളുടെ സംഘടന 1983 ഏപ്രിൽ 3 ജന്മം കൊണ്ട ഈസ്റ്റ് കേരള മഹായിടവകയുടെ പ്രഥമ ബിഷപ്പിനെ ആദരിക്കുന്നതിന് വേണ്ടി 1984
1984 ദ്വാരക ഹോട്ടലിൽ വെച്ച് നടത്തിയ ഗംഭീരമായ ആ സ്വീകരണ യോഗത്തിലാണ് നമ്മളെ സംഘടനയുടെ ആവിർഭാവം. ഈ സംഘടനയെ സ്നേഹിക്കുന്നവരായ ഈസ്റ്റ് കേരളം മഹായിടവയുടെ 300-ലധികം മക്കൾ ആ ഹോട്ടലിൽ കൂടുകയും തുടർന്നുള്ള പ്രവർത്തനത്തിന് ഒരു സംഘടന ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മൈക്കിൾ ജോൺ തിരുമേനി പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ആണ് ഈ സംഘടനയുടെ തുടക്കം ഉണ്ടായത്. തുടർന്ന് അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ സംഘടന അതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളുമായിട്ട് ഈസ്റ്റ് കേരള മഹായിടവയുടെ മിഷൻ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ ഡയസിസിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളിലും വളരെയധികം ശക്തമായിട്ട് പിന്താങ്ങിക്കൊണ്ട് പ്രവർത്തിച്ചു പോരുകയായിരുന്നു. ഭവന പ്രാർത്ഥന, അതോടൊപ്പം തന്നെ മിഷണറിമാർക്കുള്ള സപ്പോർട്ട്, മിഷൻ ഫീൽഡുകളിൽ മിഷൻ ഭവനങ്ങൾ, പള്ളികൾ, ഇതൊക്കെ പണിയുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ അവസാനമായിട്ട് സംഘടന ഏറ്റെടുത്ത മിഷൻ ഫീൽഡ് എന്ന് പറയുന്നത് തട്ടേക്കണ്ണൻകുടി മിഷൻ ഫീൽഡാണ്. അവിടെ നമുക്ക് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം സഹായിച്ചു. ഏകദേശം 3 ഏക്കറോളം സ്ഥലം അവിടെ വാങ്ങുവാനും അവിടെ ഒരു ആരാധനാലയം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെയും നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൊറോണയുടെ ഒരു പ്രശ്നം കാരണം നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് അവിടെ ഒരു നല്ലൊരു ആരാധനാലയം പണിയണമെന്നുള്ളതാണ് സംഘടനയുടെ ആഗ്രഹം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സംഘടന ഏറ്റെടുത്ത് നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഓണവാര സുവിശേഷ വേല, BBS, അതുപോലെ തന്നെ നമ്മൾക്ക് പല അവസരങ്ങളിലും കിറ്റ് വിതരണം, അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പ്, നിരവധിയായ ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സംഘടന റെഗുലറായിട്ട് ഓരോ വർഷവും നമ്മൾ നടത്തിക്കൊണ്ടുവരുന്ന ചില പ്രോഗ്രാമുകളുണ്ട്. സംഘടനയുടെ വാർഷിക പൊതുയോഗം, അതുപോലെ തന്നെ കൺവെൻഷൻ, ആദ്യഫല പെരുന്നാൾ, ക്രിസ്മസ് കരോൾ സർവീസ്, ക്രിസ്മസ് റൗണ്ട്സ്, അതോടൊപ്പം തന്നെ നമ്മളെ മിഷൻ ഫീൽഡിലും നല്ല രീതിയിൽ ക്രിസ്മസ് റൗണ്ട്സ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തുകയുണ്ടായി. ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ സംഘടനയിലെ മുഴുവൻ അംഗങ്ങളും ആത്മാർത്ഥമായി പങ്കുചേരുന്നു എന്നുള്ളതാണ് എറണാകുളത്തെ എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഏറ്റവും വലിയ നേട്ടം. 2001 ഈ സംഘടന രജിസ്റ്റർ ചെയ്തത്. നമുക്ക് 2000 നമുക്ക് എറണാകുളത്ത് വെണ്ണലയിൽ സ്ഥലം വാങ്ങുവാനും ആസ്ഥാന മന്ദിരത്തിനെ കുറിച്ചുള്ള ആലോചനകൾ നടത്തുവാനായിട്ടും ദൈവം ഇടയാക്കി. നമ്മൾ 2005 അന്ന് നമ്മൾ ഈസ്റ്റ് കേരള മഹായിടവയുടെ ബിഷപ്പായിരുന്ന മോസ്റ്റ് റവറൻഡ് ഡോക്ടർ KJ സാമുവൽ തിരുമേനി ആണ് നമ്മളുടെ ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ തറക്കല്ലിട്ടത്. 2008 മാത്രമാണ് നമുക്ക് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് സാധിച്ചത്. 2008 ഡിസംബർ 7 റൈറ്റ് റവറൻഡ് ഡോക്ടർ KG ദാനിയേൽ തിരുമേനി നമ്മളുടെ ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയുണ്ടായി. 2010 നമ്മൾ 25 വർഷത്തെ നമ്മളുടെ സിൽവർ ജൂബിലിയുടെ ആഘോഷം വളരെ നല്ല രീതിയിൽ നടത്തുവാനായിട്ടും ഡയസിസിലെ മുഴുവൻ ഓഫീസേഴ്സിനെയും മറ്റ് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു. നമുക്ക് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാളുകളിൽ നമ്മൾ ഈ സംഘടനയിൽ കൂടി നടത്തുന്നു. നമുക്ക് ഈസ്റ്റേൺ കോറസ് എന്ന സംഗീത വിഭാഗമുണ്ട്. അവർ വളരെ നല്ല രീതിയിൽ സംഘടനയ്ക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വനിതാ ഫോറമുണ്ട്. അവർ നല്ല രീതിയിൽ പ്രാർത്ഥനകൾ നടത്തുകയും കൂട്ടായ്മകൾ നടത്തുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ യൂത്ത് വിങ്ങായിട്ട് നമ്മളെ യുവജനങ്ങളും ഈ സംഘടനയ്ക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചു വരികയാണ്. ഈ 2020 കടന്നു പോകുമ്പോൾ നമുക്ക് വളരെയധികം വേദനയുടേതായ ഒരു വർഷം കൂടിയാണ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം. നമ്മളുടെ പ്രധാനപ്പെട്ട മെമ്പേഴ്സായ ശലോമി ദാനിയൽ, ശ്രീമതി മേഴ്സി ജോർജ്, അതുപോലെ തന്നെ MJ മറിയാമ്മ, അങ്ങനെ നിരവധി ആളുകൾ ഈ സംഘടനയുടെ വളരെ ആക്റ്റീവായിട്ട് നിന്ന ആളുകൾ സംഘടനയെ അവർ മരണം വഴി നമ്മളിൽ നിന്ന് അകന്നിരിക്കുകയാണ്. ഈസ്റ്റ് കേരള മഹായിടവയുടെ പ്രഥമ ബിഷപ്പായ റൈറ്റ് റവറൻഡ് മൈക്കിൾ ജോൺ തിരുമേനിയുടെ സഹധർമ്മിണി
ആലീസ് കൊച്ചമ്മയും ഈ നാളുകളിൽ നമ്മെ വിട്ടുപിരിഞ്ഞു എന്നുള്ളത് വളരെയധികം നമ്മളെ ദുഃഖത്തിൽ ആഴ്ത്തിയ സംഭവങ്ങളാണ്. തീർച്ചയായിട്ടും ഈ കൊറോണയുടെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനായിട്ട് ക്രിസ്തീയ സമൂഹമായ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വലിയ കാവലിലും സംരക്ഷണയിലുമാണെന്നുള്ള ബോധത്തോടുകൂടി തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയ്യുവാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പാൻഡമിക് രോഗമായ കൊറോണയുടെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും നമുക്ക് ഏൽപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല ഒരു സന്തോഷകരമായ ക്രിസ്തുമസും പുതുവത്സരവും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മാനവർക്ക് രക്ഷയുടെ ഒരു പുതിയ ലോകം കാണിച്ചു കൊടുക്കുവാനായി സ്വർഗീയ മഹിമ വിടിഞ്ഞ് യേശു ഈ ഭൂമിയിൽ അവതരിച്ചു. ഈസ്റ്റേൺ കോറസ് അവതരിപ്പിക്കുന്ന ഗാനം മാലാഖമാരുടെ ഗാനങ്ങൾ. മാലാഖമാരുടെ ഗാനങ്ങൾ, മാനവർ കരുളിയ വചനങ്ങൾ, വേദലഹേമിൽ ജാതം ചെയ്തു മശിഹായവൻ നിന്നരുവേ. വേദലഹേമിൽ ജാതം ചെയ്തു മശിഹായവൻ നിന്നരുവേ. മാലാഖമാരുടെ ഗാനങ്ങൾ, മാനവർ കരുളിയ വചനങ്ങൾ, വേദലഹേമിൽ ജാതം ചെയ്തു മശിഹായവൻ ഇമ്മാനുവേൽ. വേദലഹേമിൽ ജാതം ചെയ്തു മശിഹായവൻ ഇമ്മാനുവേൽ. വചനങ്ങൾ മർത്യനായി അവതരിച്ചു, മാറ്റൊലിക്കൊണ്ടുവ വചനങ്ങൾ മർത്യനായി അവതരിച്ചു. സ്വർഗ്ഗപിതാവിൻ ഇഷ്ടം ചെയ്യുവാൻ വന്നവൻ പാതിരാവിങ്കൽ. സ്വർഗ്ഗപിതാവിൻ ഇഷ്ടം ചെയ്യുവാൻ വന്നവൻ പാതിരാവിങ്കൽ. കണ്ണു ചിമ്മിയ താരങ്ങൾ കൺമണിയെ കണ്ടിടുവാൻ നീലവാനിൽ പൂത്തൊരുങ്ങി നീതി സൂര്യനെ വരവേൽക്കാൻ.
മാലാഖമാരുടെ ഗാനങ്ങൾ മാനവർ കരുളിയ വചനങ്ങൾ വേദനഹേമിൽ ജാതം ചെയ്തു മശിഹായവൻ ഇമ്മാനുവേൽ വേദനഹേമിൽ ജാതം ചെയ്തു മശിഹായവൻ ഇമ്മാനുവേൽ. മാനവർക്കൊരു നവലോകത്തിൽ കാഴ്ചയെ നൽകിടുവാൻ മാനവർക്കൊരു നവലോകത്തിൽ കാഴ്ചയെ നൽകിടുവാൻ സ്വർഗീയമാതിരുമഹിമ വെടിഞ്ഞ മനുഷ്യനായി വന്നീ ഭൂമിയിൽ സ്വർഗീയമാതിരുമഹിമ വെടിഞ്ഞ മനുഷ്യനായി വന്നീ ഭൂമിയിൽ കാത്തവരാട്ടിടയാ കാതിൽ കേട്ടുവ സന്ദേശം കാണുവാൻ കൊതിയേറിയവർ തേടി വന്നുവ പുൽക്കൊടിലിൽ തേടി വന്നുവ പുൽക്കൊടിലിൽ മാലാഖമാരുടെ ഗാനങ്ങൾ മാനവർ കരുളിയ വചനങ്ങൾ വേദനഹേമിൽ ജാതം ചെയ്തു മശിഹായവൻ ഇമ്മാനുവേൽ വേദനഹേമിൽ ജാതം ചെയ്തു മശിഹായവൻ ഇമ്മാനുവേൽ. വേദഭാഗം യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 1 മുതൽ 6 വരെ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബൂലൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ക്ഷീണത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്ന പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നതിൻ്റെ വടിയും നിത്യാന്യ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടിക്കളയുന്നു നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരിപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ തീക്കിരയായി തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്ന് വിളിക്കപ്പെടും. See a star shining in the east. Come and follow that star if you want to find the love of the tiny child Jesus. Eastern Chorus presents an English song, There's a Star in the East.
There's a star in the east, and we must follow. A star in the east, and we must follow. There's a star in the east, and we must follow. If we want to find the love of the tiny child, follow that star. Come follow that star. Sent from heaven above, He will change the world with His love. Follow that star. There's a star in the east, and we must follow. The star in the east, and we must follow. There's a star in the east, and we must follow. If we want to find the love of the tiny child, sent from heaven above, He will change the world with His love. We must find Him, we must follow that star. Star of wonder, star so bright, guide us through the dark of night. Now we seek Him, soon to greet Him, tiny child of truth and love. There's a star in the east, and we must follow. That star. There's a star in the east, and we must follow. That star. There's a star in the east, and we must follow. If we want to find the love of the tiny holy child. Follow the star. The lesson is taken from the Gospel according to St. Matthew, chapter 2, verses 1 to 12. Matthew, chapter 2, starting from verse 1. After Jesus was born in Bethlehem in Judea, during the time of King Herod, Magi from the east came to Jerusalem and asked, "Where is the one who has been born, King of Jews? We saw the star in the east and have come to worship him." When King Herod heard this, he was disturbed, and all the Jerusalem with him. When he called together all the people, chief priests and teachers of the law, he asked them where the Christ was to be born. "In Bethlehem in Judea," they replied, "for this is what the prophet has written. But you, Bethlehem, in the land of Judah, are by no means least among the rulers of Judah, for out of you will come a ruler who will be the shepherd of my people Israel." Then King Herod called the Magi from secretly and found out from them the exact time the star had appeared. He sent them to Bethlehem and said, "Go and make a careful search for the child. As soon as you find him, report to me, so that I too may go and worship him." After they had brought the king, they went on their way, and the star they had seen in the east went ahead of them, until it stopped over the place where the child was. When they saw the star, they were overjoyed. On coming to the house, they saw the child with his mother Mary, and they bowed down and worshipped him. Then they opened their treasures and presented him with gifts of gold and of myrrh and of incense. And having been warned in a dream not to go back to Herod, they returned to their country by another road. Here ends the lesson.
മാലാഖമാർ വാനിൽ നിരനിരയായി നിൽക്കുന്നു. പാരിൻ്റെ ദീപമായ യേശുവിൻ്റെ ജനനത്തിൽ ആത്മസംഗീതം പാടാം. പച്ചാളം, തേവര, വൈറ്റ്ല ഏരിയ സംയുക്തമായി അവതരിപ്പിക്കുന്ന കരോൾ ഗാനം മാനത്തെ മാലാഖമാരെ വാനിൽ നിരന്നു നിൽപ്പതെന്തേ. വാനത്തെ മാലാഖമാരെ വാനിൽ നിരന്നു നിൽപ്പതെന്ത്. ആനിന്റെ ദീപമാശ്രീ യേശു പിറന്നതാം ആത്മീയ സംഗീതം പാടുമോ. വാനത്തെ മാലാഖമാരെ വാനിൽ നിരന്നു നിൽപ്പതെന്ത്. ദീപമാശ്രീ യേശു പിറന്നതാം ആത്മീയ സംഗീതം പാടുമോ. നിങ്ങൾ തന്നാടവിൽ എന്തുണ്ടു സംഗീത വർത്തമാനം. നാടാകെ നിങ്ങൾ പാടും ഈ ദിവ്യഗാനങ്ങൾ. ഞങ്ങൾക്കും കൂടെ കടം തരാമോ. ഞങ്ങൾക്കും കൂടെ കടം തരാമോ. വാനത്തെ മാലാഖമാരെ വാനിൽ നിരന്നു നിൽപ്പതെന്ത്. ആനിന്റെ ദീപമാശ്രീ യേശു പിറന്നതാം ആത്മീയ സംഗീതം പാടുമോ. വാനത്തെ മാലാഖമാരെ വാനിൽ നിരന്നു നിൽപ്പതെന്ത്. ആരിന്റെ ദീപമാശ്രീ യേശു പിറന്നതാം ആത്മീയ സംഗീതം പാടുമോ. ഗോശാലയിൽ പിറന്ന പൈതലെ കാണുവാൻ പോകുന്നു ഞങ്ങളും ബെത്ലഹേമിൽ. ഗോശാലയിൽ പിറന്ന പൈതലെ കാണുവാൻ പോകുന്നു ഞങ്ങളും ബെത്ലഹേമിൽ. പൊന്നിൻ വിളക്കുമില്ല, ആഡംബരങ്ങളില്ല. പൊന്നിൻ വിളക്കുമില്ല, ആഡംബരങ്ങളില്ല. ഞങ്ങൾക്കും മുന്തിയെ വണങ്ങിടാമോ. ഞങ്ങൾക്കും മുന്തിയെ വണങ്ങിടാമോ. വാനത്തെ മാലാഖമാരെ വാനിൽ നിരന്നു നിൽപ്പതെന്ത്. ആനിന്റെ ദീപമാശ്രീ യേശു പിറന്നതാം ആത്മീയ സംഗീതം പാടുമോ. വാനത്തെ മാലാഖമാരെ വാനിൽ നിരന്നു നിൽപ്പതെന്ത്. ആരിന്റെ ദീപമാശ്രീ യേശു പിറന്നതാം ആത്മീയ സംഗീതം പാടുമോ. ആത്മീയ സംഗീതം പാടുമോ. ആത്മീയ സംഗീതം പാടുമോ. The next lesson is taken from Luke chapter 2 verses 1 to 14. Luke chapter 2 beginning from verse 1. In those days, Caesar Augustus issued a decree
that a census should be taken of the entire Roman world. This was the first census that took place while Quirinius was governor of Syria, and everyone went to their own town to register. So Joseph also went up from the town of Nazareth in Galilee to Judea to Bethlehem, the town of David, because he belonged to the house and line of David. He went there to register with Mary, who was pledged to be married to him and was expecting a child. While they were there, the time came for the baby to be born, and she gave birth to her firstborn, a son. She wrapped him in cloths and placed him in a manger, because there was no guest room available for them. And there were shepherds living out in the fields nearby, keeping warmth over their flocks at night. An angel of the Lord appeared to them, and the glory of the Lord shone around them, and they were terrified. But the angel said to them, "Do not be afraid. I bring you good news that will cause great joy for all the people. Today, in the town of David, a Savior has been born to you. He is the Messiah, the Lord. This will be a sign to you. You will find a baby wrapped in cloths and lying in a manger." Suddenly, a great company of the heavenly host appeared with the angel, praising God and saying, "Glory to God in the highest heaven, and on earth, peace to those on whom his favor rests." Here ends the lesson. മശിഹ തമ്പുരാൻ ജാതനായി, കന്യകമേരിയിൽ ജാതനായി. നമുക്കെല്ലാം ചേർന്ന് ഹല്ലേലൂയ സ്തുതി പാടാം. തൃപ്പൂണിത്തുറ ഏരിയ അവതരിപ്പിക്കുന്നു ആടിപ്പാടിൻ സ്വർഗീയ ഗാനം.
സ്വർലോകനാഥനായ ശ്രീയേശുവിൻ്റെ ജനനത്തെ ലോകമെങ്ങും ഘോഷിക്കാനായി നമുക്ക് പോകാം കൂട്ടരെ. തപ്പിനോടും കിന്നരത്തോടും കൂടി ആ തിരുജനനം കൊണ്ടാടാം. ആലുവ ഏരിയ അവതരിപ്പിക്കുന്ന ഗാനം ബെത്ലഹേം പുരിയിലായി എന്ന് തുടങ്ങുന്നു. Oh,
ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 15 മുതൽ 20 വരെ. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മളെ അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പര്യനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞ് ഈ വാക്ക് അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്ത ഒക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മൊത്തപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. സർവജഗത്തിൻ്റെയും അധിപതിയായവൻ ഭൂമിയിൽ അവതരിച്ച സന്തോഷസുദിനം ഇതാ വന്നെത്തിയിരിക്കുന്നു. പുഞ്ചിരി തൂകുന്ന താരകങ്ങളും നൃത്തമാടുന്ന വൃക്ഷങ്ങളും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു. വെണ്ണലേരി അവതരിപ്പിക്കുന്ന ഗാനം താരകജാലം പുഞ്ചിരി തൂകി എന്ന് തുടങ്ങുന്നു.
കരുതിരാനന്ദ നൃത്തമാടി സർവജഗത്തിൻ അധിപതിനാനുറി മധ്യത്തിൽ അവതരിച്ച സന്തോഷ സുദിനമിക സന്തോഷ സുദിനമിക പകരിക പരിസരി സദപദ ഇളം കാറ്റിലൊഴുകി വരുന്ന ഒരു താരാട്ട്. ആ താരാട്ട് പാടുന്നത് താരകങ്ങളാണ്. കൂടെ താളം പിടിക്കുന്നത് ചന്ദ്രികയും. കാക്കനാട് ഏരിയ അവതരിപ്പിക്കുന്ന ഗാനം ദൂരെ നിന്നൊരു താരാട്ടിന് ശീല ഇളം കാറ്റിലൊഴുകി വരുന്നു. ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ജോസ് വി ദാനിയേൽ വളയങ്ങനാൽ. പാർട്സ് ക്രമീകരണം ചെയ്തിരിക്കുന്നത് മേലുകാവ് ക്രൈസ്റ്റ് കത്തീഡ്രൽ ഓർഗനിസ്റ്റ് ശ്രീ ജോസഫ് ചാക്കോ. കാറ്റിലൊഴുകി വരുന്നു ദൂരെ നിന്നൊരു കരണിൻ ശീലം കാറ്റിലൊഴുകി വരുന്നു ഓമന പൈതലെ നീയുറങ്ങൂ കണ്ണും പൂട്ടി നീയുറങ്ങൂ താരാട്ടു പാടുന്നു താരങ്ങൾ കൂടെ താളം പിടിക്കുന്നു ചന്ദ്രികയും താരാട്ടു പാടുന്നു താരങ്ങൾ കൂടെ താളം പിടിക്കുന്നു ചന്ദ്രികയും അറിവനാരോ 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 ശിലകൾ ചുറ്റി പുൽത്തൊട്ടി തന്നെ പള്ളിയുറങ്ങും ഇവനാരോ ശിലകൾ ചുറ്റി പുൽത്തൊട്ടി തന്നെ പള്ളിയുറങ്ങും ഇവനാരോ ഇവനാരോ ഈ പൈതലാരോ ഈ പൈതലാരോ ദൈവത്തിനൂതൻ ദൂതുമായി വന്നു കന്യകമറിയയോടന്നൊരു നാൾ ദൈവത്തിൻ പുത്രൻ ജാതനാകും നിന്മകനായി ഈ ഭൂമിയിൽ നിത്യമാം രാജ്യത്തിൽ നിത്യനാം രാജാവായി ദാവീദിൻ വംശജനായി നിത്യമാം രാജ്യത്തിൽ നിത്യനാം രാജാവായി ദാവീദിൻ വംശജനായി അറിവനാരോ ഈ പൈതലാരോ അറിവനാരോ ഈ പൈതലാരോ
തൻ ഭുജാതനായി. ഇവനാരോ, ഈ പൈതലാരോ, കന്യകതനയൻ ദാവീദിൻ വംശജൻ, ദൈവത്തിൻ പുത്രനാം ഇമ്മാനുവേൽ. കന്യകതനയൻ ദാവീദിൻ വംശജൻ, ദൈവത്തിൻ പുത്രനാം ഇമ്മാനുവേൽ. ഇവനാരോ, ഈ പൈതലാരോ, ഈ പൈതലാരോ. ഇടയന്മാരുടെ ബേത്ലഹേമിൽ ജാതനാം പൈതലെ കണ്ടിടുവാൻ. കണ്ടല്ലോ പൈതലെ ഗോശാലയിൽ, ശീലങ്ങൾ ചുറ്റി പശുക്കുട്ടിയിൽ. മാതാപിതാക്കളും താരങ്ങളും കൂടെ പൈതലെ പാടി ഉറക്കിടുന്നു. മാതാപിതാക്കളും താരങ്ങളും കൂടെ പൈതലെ പാടി ഉറക്കിടുന്നു. രാരിരാരോ, രാരിരം രാരാരോ, രാരിരം രാരാരോ. ദൂരെ നിന്നൊരു താരമിൻ ശീലം കാറ്റിലൊഴുകി വരുന്നു. ഓമന പൈതലെ നീ ഉറങ്ങൂ, കണ്ണും പൂട്ടി നീ ഉറങ്ങൂ. ഞങ്ങളും ചേരുന്നു താരങ്ങൾ കൂടെ പൈതലെ പാടി ഉറക്കിടുവാൻ. ഞങ്ങളും ചേരുന്നു താരങ്ങൾ കൂടെ പൈതലെ പാടി ഉറക്കിടുവാൻ. രാരിരം രാരാരോ, രാരിരം രാരാരോ. രാരിരം രാരാരോ. ലൂക്കോസ് 1:26-38 വരെ. 6-ാം മാസം ദൈവം ഗബ്രിയേലിനോട് തന്നെ നസ്രയത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. കർത്താവായ ദൈവം അവൻ്റെ പിതാവായി ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാഞ്ഞാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നേരിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ വാക്കാചാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവരാജൻ ഇന്നീ ഭൂവിൽ മറിയയുടെ ഓമനപുത്രനായ ജാതനായി, സ്നേഹാതുരനായി ലോകരക്ഷയ്ക്കായി വന്ന ആ യേശുരാജനെ നമുക്ക് കുമ്പിടാം. കളമശ്ശേരി ഏരിയ അവതരിപ്പിക്കുന്ന ഗാനം ദൈവപുത്രൻ വന്നു മേദിനിയിൽ. ദൈവപുത്രൻ വന്നു മേദിനിയിൽ, രാജരാജൻ പൂജാതനായി. ദൈവപുത്രൻ
അന്വേഷിച്ചു വിദ്വജനം കജകൾ തൻ പാതെ വെച്ചു അന്വേഷിച്ചു വിദ്വജനം കജകൾ തൻ പാതെ വെച്ചു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അസോസിയേഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ CSI ഈസ്റ്റ് കേരള ഡയസിസ് എറണാകുളം ഈ വർഷത്തെ ക്രിസ്മസ് കരോൾ പ്രോഗ്രാം നവീന മാധ്യമങ്ങളിലൂടെ നടത്തുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തിരിക്കുന്നു. അതിൽ എനിക്കുള്ള അതിയായ സന്തോഷം ഞാൻ സമയത്ത് അറിയിക്കട്ടെ. ക്രിസ്മസ് ആഘോഷങ്ങൾ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നതായിരിക്കണം. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ചെറുപ്പകാലത്തുള്ള ക്രിസ്മസിൻ്റെ മധുരിക്കുന്ന ഓർമ്മകളാണ് എപ്പോഴും ഉള്ളത്. എന്നാൽ കാലങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ മാതൃദേശങ്ങളിൽ നിന്ന് പട്ടണപ്രദേശങ്ങളിലേക്ക് പോയി അവിടെ താമസിക്കുമ്പോഴും ആ ക്രിസ്മസിൻ്റെ നല്ല ഓർമ്മ നമ്മളിൽ അതിശക്തമായി വരുന്നതിൻ്റെ പരിണതഫലമായിട്ടാണ് ഇതുപോലുള്ള ആഘോഷങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുന്നത്, താല്പര്യപ്പെടുന്നത്. എന്നാൽ അന്ന് ആ കാലത്തുണ്ടായിരുന്ന സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി, രീതികൾ മാറി, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറി, എല്ലാം വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് 2020 എന്ന് പറയുന്ന വർഷം നമ്മൾ വളരെ പ്രതീക്ഷയോടെ ആരംഭിച്ചു, അതിലേക്ക് പ്രവേശിച്ചു. എന്നാൽ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള, ഒരുപക്ഷെ ഈ ഒരു നൂറ്റാണ്ടിന് ഇടയിൽ ഇല്ലാത്ത കാണാത്ത മഹാമാരിയിലൂടെ ആണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വ്യത്യസ്തമായ നൂതനമായ മാർഗങ്ങളിലൂടെയാണ് ലോകം ജീവിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്, പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അങ്ങനെയുള്ള എല്ലാ വൈഷമ്യങ്ങളും ഉണ്ടെങ്കിലും, വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും, അതിനിടയിൽ നമ്മളെ സന്തോഷത്തിൻ്റെ മാറ്റു കുറയ്ക്കാതെ ക്രിസ്മസ് ആഘോഷിക്കാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. അതിന് ചുരുക്കം ഞാൻ പറയട്ടെ. ചുരുക്കം ഇതാണ്: സർവ്വജനത്തിനും ഉണ്ടാവുള്ളൊരു മഹാസന്തോഷം.
സർവ്വജനവും എന്ന് പറയുമ്പോൾ അതിൽ ആരെയും ഉൾപ്പെടാത്താതെ വിട്ടിട്ടില്ല. എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തിയുള്ള സന്തോഷമാണ്. അതിൻ്റെ അകത്ത് ക്രിസ്ത്യാനി എന്നില്ല, ഹിന്ദു എന്നില്ല, മറ്റിതര വിശ്വാസമുള്ള ആൾക്കാരെന്നില്ല, പ്രായഭേദമില്ല, ദേശഭേദമില്ല, ഭാഷാ വ്യത്യാസങ്ങളില്ല, എല്ലാവർക്കും ഉണ്ടാകാനുള്ള സന്തോഷം എന്നാണ് ദൂതൻ ഇടയന്മാരോട് പറയുന്നത്. തീർച്ചയായിട്ടും അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റ വായനയിൽ മനസ്സിലാക്കുന്നതിനേക്കാൾ വലിയ അർത്ഥം, ആഴമായ അർത്ഥം അതിനുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പണ്ട് കാലങ്ങളിൽ നമ്മുടെ ചെറുപ്പകാലത്ത്, പ്രത്യേകിച്ച് പ്രായമുള്ളവരുടെ ചെറുപ്പകാലം നോക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് നക്ഷത്രം ഉണ്ടാക്കുകയായിരുന്നു. ഈറ്റയും അതുപോലെയുള്ള സാമഗ്രികൾ ഉപയോഗിച്ച്, കളർ പേപ്പറുകൾ ഉപയോഗിച്ച് നക്ഷത്രങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയായിരുന്നു. അതിന് വളരെ വലിയ സന്തോഷം, നമ്മൾ ആനന്ദം കണ്ടെത്തിയിരുന്നു. പാട്ടുകൾ പഠിച്ചിരുന്നു. മാസങ്ങൾക്ക് മുമ്പേ പാട്ടുകൾ പഠിക്കാൻ നമ്മൾ തുടങ്ങിയിരുന്നു. അങ്ങനെ ക്രിസ്മസിൻ്റെ സീസൺ എന്ന് പറയുന്നത് വളരെ സന്തോഷമായിരുന്നു. അതിനുവേണ്ടി നമ്മൾ കാത്തിരുന്നിരുന്നു. ഒരു ക്രിസ്മസ് കഴിഞ്ഞാൽ അടുത്ത ക്രിസ്മസിന് വേണ്ടി കാത്തിരിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം മറ്റ് അനേകമായ പ്രോഗ്രാമുകൾ നമുക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നമ്മൾ സമയം പ്രത്യേകമായി കണ്ടെത്തിയിരുന്നു. ഇന്ന് ആ നക്ഷത്രം ഉണ്ടാക്കുന്ന രീതികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ചില ദേവാലയങ്ങളിൽ മാത്രമേ നക്ഷത്രങ്ങൾ കൈകൊണ്ട് ഉണ്ടാക്കുന്നുള്ളൂ, കളർ പേപ്പറുകൾ വെച്ച് ഉണ്ടാക്കുന്നുള്ളൂ. എല്ലാവരും സ്വന്തമായി അവർ കടകളിൽ പോയി നക്ഷത്രം വാങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പുത്തൻ തലമുറയ്ക്ക് വളർന്നു വരുന്ന ചെറിയ ചെറിയ കുട്ടികൾക്കൊന്നും നക്ഷത്രം ഉണ്ടാക്കുന്നതിൻ്റെ സന്തോഷം അറിയത്തില്ല. അവർക്ക് കടയിൽ പോയി അവർക്ക് ഇഷ്ടമുള്ള നക്ഷത്രം വാങ്ങുന്നതിൻ്റെ സന്തോഷം മാത്രമേ അവർക്ക് ഉള്ളൂ. എന്നാൽ ചില ദേവാലയങ്ങളിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നക്ഷത്രം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുകയും സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സന്തോഷം ഇവിടെ നമ്മൾ പറയുന്ന, ദൂതൻ പ്രസ്താവിക്കുന്ന സന്തോഷം ഇടയന്മാരോടാണ് പറയുന്നത്. ഇടയന്മാരോട് പറയുമ്പോൾ ഇടയന്മാർ ആ വാർത്ത സ്വീകരിച്ച് അതിനുശേഷം സന്തോഷത്തിന് കാരണമായി യേശുകുഞ്ഞിനെ പോയി, യേശുകുഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് പോയി കണ്ടതിന് ശേഷം അവർ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ മടങ്ങിപ്പോയി എന്നാണ് ആ അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഇടയന്മാർക്ക് ആ മഹാസന്തോഷം ദൂതൻ പ്രഘോഷിച്ചപ്പോൾ അവരത് ചെന്ന് കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ടായി. ആ സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ രേഖപ്പെടുത്തിയ പ്രകാരമാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായില്ല. എന്താണോ അവർ ഭയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ അവരെ പേടിപ്പെടുത്തിയിരുന്നത്, എന്താണ് അവർക്കില്ലാതെ ഇരുന്നത്, അതെല്ലാം അപ്പോൾ ഉണ്ട്. എങ്കിലും അതിൻ്റെ നടുവിൽ അവർ സന്തോഷത്തോടെ മടങ്ങിപ്പോയി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം യേശു കുഞ്ഞിനെ അവർ നേരിട്ട് കണ്ടു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമ്പോൾ പോലും, സാഹചര്യങ്ങൾ നമ്മിൽ ദുഃഖം വിതയ്ക്കാനും പ്രയാസം വിതയ്ക്കാനും അസന്തുഷ്ടി വിതയ്ക്കാനും കാരണമാകുമ്പോൾ പോലും അതിൻ്റെ നടുവിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. സാഹചര്യമെല്ലാം അനുകൂലമായിരിക്കുമ്പോഴുള്ള സന്തോഷത്തെക്കുറിച്ചല്ല ക്രിസ്തു നമുക്ക് നൽകുന്ന സന്തോഷം, അല്ലെങ്കിൽ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്തോഷം വിവക്ഷിക്കുന്നത്. അതിനെല്ലാം നടുവിൽ നമുക്ക് ലഭിക്കുന്ന, സാഹചര്യങ്ങൾ പ്രതികൂലം ആയിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇടയന്മാർക്ക് ആ യേശു കുഞ്ഞിനെ അവർ കണ്ടു, അവർക്ക് സന്തോഷമുണ്ടായി മടങ്ങിപ്പോയി. ഒരു കാലത്ത് നമ്മൾ നക്ഷത്രം കണ്ടു, അതിന് വേദപുസ്തകത്തിൽ വാക്യങ്ങളുണ്ട്. നക്ഷത്രം കണ്ടുകൊണ്ട് സന്തോഷിച്ചെന്ന് പറയുന്നുണ്ട്. ഒരു കാലത്ത് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ നക്ഷത്രം ഉണ്ടാക്കി, നക്ഷത്രമായിരുന്നു നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു കാരണം. നക്ഷത്രം കാണുമ്പോൾ കളർഫുള്ളായ നക്ഷത്രം കാണുന്ന സന്തോഷം, ഡ്രം അടിച്ച് പാട്ട് പാടുമ്പോൾ നമുക്ക് സന്തോഷം, എല്ലാവരും ചേർന്ന്, കുട്ടികളെല്ലാം ചേർന്ന് നമ്മൾ പാട്ട് പാടുമ്പോൾ സന്തോഷം. ആ സന്തോഷത്തിൽ ക്രിസ്തുവിന് എന്തൊരു സ്ഥാനമുണ്ടെന്നുള്ള സംശയമാണ്. കാരണം ചെറുപ്പത്തിൽ അങ്ങനെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് യഥാർത്ഥത്തിലൊരു അറിവില്ല. യേശുവിനെ കുറിച്ച് നമുക്ക് അറിവില്ല. മറ്റ് രക്ഷ തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ വചനത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ ചെറുപ്പകാലങ്ങളിലില്ല. പക്ഷെ നമ്മൾ പ്രായമായപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി. അന്ന് ഉണ്ടായിരുന്ന ആ സന്തോഷവും ഇന്ന് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് അറിയുമ്പോഴുള്ള സന്തോഷം അത് വളരെ വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ യേശു കുഞ്ഞിനെ കണ്ട ആ ചെറുപ്പത്തിലെ നമ്മുടെ സന്തോഷം പ്രായമായപ്പോൾ അത് വളർന്നു വരുന്നു. സന്തോഷത്തിൻ്റെ വളർച്ച നമുക്ക് അവിടെ ദർശിക്കാനായിട്ട് സാധിക്കും. നക്ഷത്രം കണ്ടതിൻ്റെ സന്തോഷത്തിൽ നിന്നും യേശുവിനെ കണ്ടെത്തുന്ന സന്തോഷത്തിലേക്കുള്ള വളർച്ചയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുമ്പോൾ, ഇതുപോലുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ
മനോഹരമായ കരോൾ ഗാനങ്ങൾ നമ്മൾ ആലപിക്കുമ്പോൾ, മനോഹരമായ കേക്കുകൾ രുചികരമായ കേക്കുകൾ നമ്മൾ മുറിച്ച് ആസ്വദിക്കുമ്പോൾ, കൂട്ടുകാർക്ക് നമ്മൾ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ, ആ സന്തോഷത്തിൽ നിന്ന് യേശുവുമായുള്ള വ്യക്തിപരമായുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതാണ് ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കൊറോണയുടെ പ്രത്യേക പശ്ചാത്തലത്തിൽ COVID-19 എന്ന മഹാമാരി ലോകം മുഴുവനും വ്യാപിക്കുമ്പോൾ, ഭീതിജനകമായ രീതിയിൽ അത് വളരുമ്പോൾ, നമുക്ക് പഴയ രീതിയിൽ നമുക്കിത് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ, ജോലി കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാഹചര്യം ഇല്ലാതെ വരുമ്പോൾ, വരുമാന മാർഗങ്ങൾ കുറയുമ്പോൾ, ഗവൺമെൻറ് പ്രത്യേകമായുള്ള നിബന്ധനകൾ കൊണ്ടുവരുമ്പോൾ, ജീവിതം അല്പം ബുദ്ധിമുട്ടോടെ കടന്നു പോകുന്ന ആ ഒരു കാലഘട്ടത്തിൽ വന്നെത്തി നിൽക്കുമ്പോഴും യേശുവിനെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നുവെങ്കിൽ, നക്ഷത്രത്തിൻ്റെ സന്തോഷത്തിൽ നിന്ന് യേശുവിനെ കണ്ടെത്തുമ്പോഴുള്ള സന്തോഷത്തിലേക്ക് നമ്മൾ വരുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും ഈ 2020 എന്ന വർഷത്തെ ക്രിസ്മസ് ആഘോഷം 2021 എന്ന പുതുവർഷത്തിലേക്ക് 2021 ആണ്ടിലേക്കുള്ള ആ കാത്തിരിപ്പ് നമ്മൾക്ക് മധുരകരമായി തീരും, സന്തോഷപൂർണ്ണമായി തീരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നക്ഷത്രത്തിൻ്റെ സന്തോഷത്തിൽ നിന്ന്, ജീവിതത്തിലെ സൗഭാഗ്യങ്ങളുടെ സന്തോഷത്തിൽ നിന്ന് യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ സന്തോഷത്തിലേക്ക് അവർ കൊണ്ടുവരണം. അപ്പോൾ ഇത് അർത്ഥപൂർണ്ണമായി തീരും. അപ്പോൾ ഈ ദൂതൻ പറഞ്ഞ സർവ്വജനത്തിനുണ്ടാവുന്ന ഒരു മഹാസന്തോഷം എന്നുള്ളത് അർത്ഥവത്തായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. സർവ്വജനത്തിനുള്ള സന്തോഷം എന്നതിൽ നിന്ന് നമ്മളെ അതിനകത്ത് മാറ്റി നിർത്തുന്നില്ല, നമുക്കും കൂടെയുള്ള സന്തോഷമാണ്. കുറച്ചുകൂടെ ക്ലിയറായിട്ട് പറഞ്ഞാൽ, സന്തോഷകരമായ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളും സന്തോഷമുള്ളവരായി തീരണം. ആ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് വരാമെന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു സന്തോഷമായിരിക്കണം, അതിനെ അതിജീവിക്കുന്ന സന്തോഷമായിരിക്കണം. ദുഃഖം, പ്രയാസം നമുക്ക് വരുത്തുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള സന്തോഷമായിരിക്കണം ഈ സന്തോഷം എന്ന് പറയുന്നത്. 2021 ആണ്ടിൽ നമ്മൾ പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ, ഈ വർഷത്തെ 2020 ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളിൽ നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന സന്തോഷം, ഊർജം, അത് പുതുവർഷത്തിൽ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എത്രയും സന്തോഷകരമായ, എത്രയും സമാധാനപൂർണമായ ഒരു ക്രിസ്മസും, എത്രയും ഐശ്വര്യപൂർണമായ, സമ്പൽ സമൃദ്ധമായ ഒരു പുതുവർഷവും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഭിമന്യ VS ഫ്രാൻസിസ് തിരുമേനി, ലാലു കൊച്ചമ്മ, ലോക്കൽ സംഘടനയുടെ ലോക്കൽ പേട്രൺ ശ്രീ KD ജോസഫ്, പ്രസിഡന്റ് ശ്രീ തോമസ് സാമുവൽ, സെക്രട്ടറി ശ്രീ VB ബെഞ്ചമിൻ, മറ്റ് സംഘടനാ ഭാരവാഹികളെ, നമ്മുടെ അസോസിയേഷൻ്റെ 2020 കരോൾ സർവീസ് എല്ലാ വർഷത്തെയും പോലെ ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആഘോഷങ്ങളുടെ പൊലിമ ഒട്ടും കുറഞ്ഞിട്ടുമില്ല. അതിന് സഹായിച്ച നമ്മുടെ സംഘടനാ ഭാരവാഹികളുടെ നന്ദിയെ ആദ്യമായിട്ട് അറിയിച്ചുകൊള്ളട്ടെ. പല സ്ഥലങ്ങളിൽ വെച്ച് പല സമയത്ത് റെക്കോർഡ് ചെയ്തതാണ് ഇപ്പോൾ പരിപാടിയെന്ന് നിങ്ങൾക്കറിയാം. ഇതിനുവേണ്ടി ഇതിൻ്റെ പുറകിൽ വളരെയധികം ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാം ഏറ്റവും ഭംഗിയായിട്ട് നമുക്കൊരു ക്രിസ്മസ് മെസ്സേജ് തന്ന ഫ്രാൻസിസ് തിരുമേനിയോടുള്ള നന്ദി അറിയിക്കുന്നു. ആ പ്രസംഗത്തിനോടൊപ്പം തന്നെ നമ്മളുടെ പുതിയ ഈ വർഷത്തെ ഒരു ക്രിസ്മസ് കേക്ക് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അത് നമ്മുടെ കൊച്ചമ്മയാണ്, ലാലി കൊച്ചമ്മയാണ് അത് ചെയ്തു തന്ന. കൊച്ചമ്മയോടുള്ള നന്ദിയും അറിയിക്കുന്നു. നമുക്കൊരു ഭാഗ്യം കൂടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഈ തിരുമേനിയുടെ പ്രോഗ്രാം ഞങ്ങൾ റെക്കോർഡ് ചെയ്തത് അവിടെ ബിഷപ്പ് ഹൗസിൽ വെച്ചാണ്. അവിടെ ഹൗസിൽ വെച്ച് ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അവിചാരിതമായി നമ്മുടെ ഈസ്റ്റ് കേരള ഡയോസിസിൻ്റെ ഉന്നതരായ അച്ഛന്മാരും നേതാക്കന്മാരും അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരെയും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലൂടെ പങ്കെടുപ്പിക്കുവാനായിട്ട് സാധിച്ചു. ബഹുമാനപ്പെട്ട ട്രഷറർ റവറൻ PC മാത്തിക്കുട്ടി അച്ഛൻ, ലേ സെക്രട്ടറി ഡോക്ടർ ജോസ് മോൻ, ക്ലർജി സെക്രട്ടറി റവറൻ ബിജു ജോസഫ്,
രജിസ്ട്രാർ സി ജോസഫ് മാത്യു എന്നിവരും ഞങ്ങളോടൊപ്പം പങ്കുചേരുകയും ഞങ്ങൾ കേക്ക് വിതരണം ചെയ്തപ്പോൾ അവരെ ഞങ്ങളോട് പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട്. അവരോടുള്ള നന്ദിയെ ബിഷപ്പ് സെക്രട്ടറി ലിജു അച്ഛനോടുള്ള നന്ദിയും ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് സഹായിച്ച നമ്മളുടെ ഓരോ ഭാഗങ്ങളിലെയും ഏറിയ വയസ്സ് നടത്തിയ ഓരോ ഭാഗങ്ങളെയും ഞാൻ ഈ സമയത്ത് നന്ദി പറയുന്നു. നമ്മുടെ ഈ ആലുവ, കളമശ്ശേരി, കാക്കനാട്, തൃപ്പൂണിത്തറ, വെണ്ണല, തേവര, പച്ചാളം ഈ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ നടത്തിയത്. ഇതിന് ലീഡർഷിപ്പ് കൊടുത്ത എല്ലാ കമ്മിറ്റി അംഗങ്ങളോട് നന്ദി പറയുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ ഇത്രയും റെക്കോർഡ് ചെയ്യാനായിട്ട് സഹായിച്ച നമ്മുടെ അസിസ്റ്റൻറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ മനോജ്, അദിൻ, സോണറ്റ്, അഭിൻ, യദു, ബൈജു ജോസഫ് എന്നിവരോടുള്ള നന്ദിയും പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. അവർ രാപ്പകലില്ലാതെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. അവരോട് പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ ഈസ്റ്റേൺ കോറസ് ആണ് നമ്മൾ എല്ലാ വർഷവും ഈ പ്രോഗ്രാം ഇവിടെ നടത്തിക്കൊണ്ട് വന്നിരുന്നത്. ഈ വർഷം അവരുടെ ലീഡർഷിപ്പ് തന്നെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ച ഈസ്റ്റേൺ കോറസിനോടുള്ള നന്ദി അറിയിച്ചോട്ടെ. പ്രത്യേകിച്ച് അതിൻ്റെ കൊയർ മാസ്റ്ററായിരിക്കുന്ന ശ്രീ VS ജോൺസനോടും കൊയർ സെക്രട്ടറി ആയിട്ടുള്ള പൗലോസിനോടുമുള്ള നന്ദിയും പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. ഈ വർഷത്തെ ഈ കോവിഡ് എന്ന മഹാമാരി കാരണം നമ്മുടെ പ്രോഗ്രാം വളരെ നന്നായിട്ട് നടത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും വളരെ കഴിയുന്നതും മെച്ചമായിട്ടുള്ള രീതിയിൽ തന്നെ നടത്തി. ഇതിനുവേണ്ടി മുന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. വിഷ് യു എ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. ഈസ്റ്റേൺ കോറസ് അവതരിപ്പിക്കുന്നു സൈലന്റ് നൈറ്റ്, ഹോളി നൈറ്റ്. Holy night,
2021 കുറുവാക്യം നമുക്ക് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തിരുമേനി ക്ഷണിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുറുവാക്യം നിർദ്ദേശിച്ചു. 2021 കുറുവാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. സ്തോത്രം സ്തോത്രം. സ്നേഹാനുപരിശുദ്ധമായ നല്ല ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് ലഭിച്ച വിലയേറിയ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ ആരാധിക്കുന്നു. ഈ കോവിഡ് കാലത്തും സംഘടനയായിട്ട് അങ്ങയുടെ ജന്മം ആഘോഷിപ്പാൻ തക്കോണം ഞങ്ങൾക്ക് ലഭിച്ച വിലയേറിയ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കൽപ്പിച്ച അത്ഭുത വചനത്തിനായിട്ട് യേശുപ്പ നന്ദി പറയുന്ന കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പുതിയ വർഷത്തിൽ ഞങ്ങൾക്ക് ഏവർക്കും പുതിയ ബലവും പുതിയ ശക്തിയും പുതിയ ആത്മാവിനാലും ഞങ്ങളെ ഓരോരുത്തർ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇത്രത്തോളം എടുത്ത കൃപയ്ക്ക് വേണ്ടി നന്ദി കർത്താവെ സ്തുതിക്കുന്ന സ്തോത്രം. എല്ലാ മഹത്വവും മാനവും അവിടെ നിന്ന് എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്ക് ജീവനം വെച്ച യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഇന്നും സദാകാലവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.